നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണപ്പെരുപ്പം പൂജ്യത്തിലെത്തിക്കും, നികുതി വരുമാനം കുത്തനെ കൂട്ടും, ആ വരുമാനം ഉപയോഗിച്ച് അമേരിക്കയെ കൂടുതൽ മഹത്തരമാക്കും. ഇതായിരുന്നു തെരഞ്ഞെടുപ്പിന് ഡൊണാൾഡ് ട്രംപിന്റെ ട്രംപ് കാർഡ്. അധികാരത്തിലെത്തിയതോടെ ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾക്കും മാറ്റങ്ങൾക്കും തുടക്കമിട്ടതോടെ പല വിദേശ കമ്പനികളും തങ്ങൾ നേരിടാൻ പോകുന്ന വലിയ ദുരന്തത്തെ മുന്നിൽ കണ്ടു. ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കയെ രക്ഷപ്പെടുത്തുമെന്ന് പലരും വിലയിരുത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അമേരിക്ക രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും രസകരമായ വസ്തുത ഡൊണാൾഡ് ട്രംപിന്റെ താരിഫിൽ റഷ്യയും ഉത്തര കൊറിയയും ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ്. കഴിഞ്ഞ വർഷം റഷ്യ ഏകദേശം $3 ബില്യൺ സാധനങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇത് അമേരിക്കൻ വ്യാപാര കണക്കുകൾ പറയുന്നുമുണ്ട്. റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂടുതലും കയറ്റുമതി ചെയ്തത് വളവും പ്ലാറ്റിനവുമാണ്. എന്നിട്ടും ഉപരോധത്തിന്റെ പേരിൽ റഷ്യയ്ക്ക് താരിഫ് നൽകിയില്ല. യുക്രൈനിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാനുള്ള ശ്രമങ്ങളുമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഹകരിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ ജീവനാഡിയായ റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് തീരുവ ചുമത്തുമെന്ന് ട്രംപ് അടുത്തിടെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എങ്കിലും ട്രംപ് പെട്ടെന്നൊന്നും റഷ്യയ്ക്ക് നികുതി ചുമത്തില്ല. മാത്രമല്ല, സമാധാന ചർച്ചകൾ തുടർന്നും മുന്നോട്ടു പോകണമെങ്കിൽ റഷ്യയ്ക്ക് മേലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ മാറ്റണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപ് താരിഫുകളെ ഒരു ഭൗമ രാഷ്ട്രീയ വിലപേശൽ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്ന ആരോപണമുണ്ടെങ്കിലും റഷ്യയോടുള്ള ട്രംപിന്റെ മനോഭാവം വ്യത്യസ്തമാണ്. എന്നാൽ ഇറാനോടുള്ള അമേരിക്കയുടെ സമീപനത്തിലും അയവുണ്ടായിട്ടുണ്ട്. പുതിയ താരിഫുകളുടെ ഏറ്റവും താഴ്ന്ന നിരയിൽ ഇറാനെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെറും 10% താരിഫ് മാത്രമാണ് ഇറാന് ചുമത്തിയിട്ടുള്ളത്. ഇത് അമേരിക്കയുടെ ഉറച്ച സഖ്യകക്ഷിയായ ഇസ്രയേലിന് ചുമത്തിയ നിരക്കിനേക്കാൾ കുറവാണ് എന്നതും ഞെട്ടിപ്പിക്കുന്ന സത്യം തന്നെ. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായ ഇസ്രയേലിന് ട്രംപ് 17% തീരുവ ചുമത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ദീർഘകാല ശത്രുവായ ഇറാൻ വെറും 10% മാത്രമേ നേരിടുന്നുള്ളൂ. ട്രംപ് വന്നതിന് ശേഷം അമേരിക്കൻ ഓഹരി വിപണിയിൽ കനത്ത ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. വിലക്കയറ്റവും നാണയപ്പെരുപ്പവും വർദ്ധിച്ചു. കോവിഡിന് കാലഘട്ടത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഓഹരി വിപണി 1600 പോയിന്റിലധികം ഇടിഞ്ഞിട്ടുള്ളത്. അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നതിന് 36% സാധ്യതയുണ്ട് എന്നാണ് ഈ മാസം പുറത്തുവന്ന CNBC സർവേ പ്രവചിക്കുന്നത്. ട്രംപ് തന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടരുകയാണെങ്കിൽ അമേരിക്ക പ്രതിസന്ധിയിലാകാനുള്ള സാധ്യത 50 മുതൽ 60%-ത്തിലും ഏറെയാണ് എന്ന് വന്നതോടെ ട്രംപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഇലോൺ മസ്കിന് പോലും ഈ സ്ഥിതി തുടർന്നാൽ അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് സൂചിപ്പിച്ച് ഭരണകൂടത്തിന് കത്തെഴുതേണ്ടി വന്നു. ട്രംപിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് അമേരിക്കൻ ടെക് ലോകത്തെ ഭീകരന്മാരാണ്. മെക്സിക്കോ, കാനഡ, ചൈന എന്നീ രാജ്യങ്ങളുമായി ട്രംപ് പ്രഖ്യാപിച്ച തീരുവ യുദ്ധം വൻകിട കോർപ്പറേറ്റുകളിൽ നിക്ഷേപിക്കുന്നവരിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അമേരിക്കൻ മാഗ്നിഫിസന്റ് 7 എന്നറിയപ്പെടുന്ന 7 കമ്പനികൾ വലിയ തിരിച്ചടി തന്നെയാണ് ഷെയർ മാർക്കറ്റിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, എൻവിഡിയ, ആൽബഫൈറ്റ്, ആമസോൺ, മെറ്റ. ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന ഈ ടെക് ഭീകരന്മാർക്ക് ഉണ്ടായ നഷ്ടക്കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഏതാനും ദിവസങ്ങൾക്കിടെ ഈ കമ്പനികൾക്ക് മാർക്കറ്റിൽ നഷ്ടമായത് $750 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. നാസ്ഡാക്ക് 2022 ശേഷമുള്ള ഏറ്റവും വലിയ താഴ്ചയാണ് ഇത്. നഷ്ടങ്ങളുടെ കണക്കിൽ മുന്നിലുള്ളത് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായ ആപ്പിളാണ്. വിപണി മൂല്യത്തിൽ $174 ബില്യൺ അമ്പരപ്പിക്കുന്ന നഷ്ടമാണ് വന്നിട്ടുള്ളത്. ചിപ്പ് വ്യവസായ മേഖലയെ കുറഞ്ഞ കാലം കൊണ്ട് വിഴുങ്ങി അമ്പരപ്പിക്കുന്ന വളർച്ച നേടിയ കമ്പനിയായ എൻവിഡിയയാണ് തൊട്ടുപുറകിലുള്ളത്. കമ്പനിയുടെ ഓഹരി മൂല്യം 5% കുറഞ്ഞപ്പോൾ എൻവിഡിയയ്ക്ക് നഷ്ടമായത് $140 ബില്യൺ. ജനുവരിയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയ കമ്പനിയുടെ വിപണി മൂല്യം മാർച്ചാവുമ്പോഴേക്ക് 1/3 കുറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഭരണത്തിന് കീഴിൽ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അസ്ഥിരത തന്നെയാണ് ഇതിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനായി ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര സ്വഭാവമുള്ളതും പ്രവചനാതീതവുമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അമേരിക്കയെ തകർക്കുകയാണെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് പോകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അമേരിക്കയിലെ കാര്യങ്ങൾ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗിയെപ്പോലെ ആയിരുന്നു എന്നാണ് ട്രംപ് വിശദീകരിച്ചത്. ഉയർന്ന താരിഫ് ഒഴിവാക്കാനായി അമേരിക്കയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികളെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. രാജ്യത്തേക്ക് ട്രില്യൺ കണക്കിന് നിക്ഷേപം എത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രതീക്ഷ.
വിവിധ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ചുമത്തുന്ന ചുങ്കവും തിരിച്ച് അമേരിക്ക ചുമത്തുന്ന ചുങ്കവും ഉൾപ്പെട്ട പട്ടിക ബുധനാഴ്ചയാണ് ട്രംപ് പുറത്തുവിട്ടത്. കാനഡയും മെക്സിക്കോയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി പതിറ്റാണ്ടുകളായി തുടർന്ന വ്യാപാര ബന്ധങ്ങളാണ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിലൂടെ ഇല്ലാതായി കിട്ടിയത്. പെട്രോളിയവും പ്രകൃതിവാതകവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾക്ക് അമേരിക്ക ആശ്രയിച്ചിരുന്ന രാജ്യങ്ങളായിരുന്നു ഇവ. അമേരിക്കയുടെ താരിഫ് പ്രഖ്യാപനങ്ങൾക്കുള്ള തിരിച്ചടിയായി ഈ രാജ്യങ്ങളും താരിഫ് വർദ്ധിപ്പിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി. അമേരിക്കയുടെ വലിയ വ്യവസായങ്ങൾക്ക് വേണ്ട അവശ്യവസ്തുക്കളെല്ലാം വരുന്ന ചൈനയുമായുള്ള താരിഫ് യുദ്ധം അസംസ്കൃത വസ്തുക്കൾക്കുള്ള വില വർധനയിലേക്ക് നയിച്ചു. പ്രഖ്യാപിച്ച താരിഫുകൾ കൃത്യമായി നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് പൂഴ്ത്തിവെപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി. ഇതെല്ലാം രാജ്യത്തിന്റെ GDPയെയും തുടർച്ചയായി ബാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 26% US ചുമത്തിയ പകരച്ചുങ്കം. ട്രംപിന്റെ വീക്ഷണത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നതിന്റെ പകുതി മാത്രമാണ് ഇത്. പകരച്ചുങ്കം വർദ്ധിപ്പിച്ചതിനുള്ള ഇന്ത്യയുടെ പ്രതികരണവും വളരെ സൂക്ഷിച്ചാണ്. ഇന്ത്യയെ സംബന്ധിച്ച് തീരുവ വർധന വലിയൊരു തിരിച്ചടിയല്ല എന്നും മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുമാണ് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. വ്യാപാര രംഗത്തെ എതിരാളികളുമായി താരതമ്യപ്പെടുത്തിയാൽ ഭേദമാണ് ഇന്ത്യയുടെ അവസ്ഥ. ട്രംപിന്റെ പകരത്തീരുവയുടെ ഏറ്റവും വലിയ ഇരകൾ കംബോഡിയയും ബോട്സ്വാനയുമാണ്. ചൈനയ്ക്ക് 34% തീരുവയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ നേരത്തെ തന്നെ 20% തീരുവ പ്രഖ്യാപിച്ചിരുന്നതിനാൽ ഫലത്തിൽ ചൈന നൽകേണ്ട തീരുവ 54% ചൈന ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിലുമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ അമേരിക്കയുമായി നടക്കുന്ന ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളാണ്. ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന രത്നങ്ങൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ താരിഫ് ആഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഉയർന്ന താരിഫിനെ തുടർന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ ഇന്ത്യ പോലുള്ള വൻ വിപണിയെയാണ് ചൈന ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ വർഷം സെപ്റ്റംബർ-ഒക്ടോബറോടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. BTA വിജയകരമായി നടപ്പിലാക്കിയാൽ കയറ്റുമതിയെ ആധാരമാക്കിയ ഫാർമസ്യൂട്ടിക്കൽ, IT മേഖലകളിൽ ഗണ്യമായ നേട്ടമുണ്ടാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ തന്നെ ഇന്ത്യ മുൻകരുതൽ നടപടികൾ എടുത്തിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ ബേബൺ വിസ്കിയുടെ ഇറക്കുമതി തീരുവ 150% നിന്നും 100%, ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകളുടെ തീരുവ 50% നിന്ന് 30% കുറച്ചിരുന്നു. താരിഫ് യൂറോപ്പിൽ വിലക്കയറ്റം ഉണ്ടാക്കും. അതേസമയം ട്രംപ് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പുതിയ താരിഫിൽ സന്തുഷ്ടനാണ് എന്നാണ്. ബ്രിട്ടന്റെ മേൽ 10% ട്രംപ് താരിഫ് ചുമത്തിയത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. വിദേശത്ത് നിന്ന് ഒരു രാജ്യത്തേക്ക് വരുന്ന സാധനങ്ങളുടെ നികുതിയാണ് താരിഫ്. സർക്കാരിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കമ്പനിയാണ് ഇത് അടയ്ക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യത്തിന്റെ 1% സാധാരണയായി താരിഫ് നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് 30,000 പൗണ്ട് വിലയുള്ള ഒരു കാറിന് 10% താരിഫ് ഏർപ്പെടുത്തിയാൽ അത് 33,000 പൗണ്ട് ആകും. വിദേശത്തുനിന്ന് US-ലേക്കുള്ള എല്ലാ ഇറക്കുമതികൾക്കും ഏപ്രിൽ 5 മുതൽ 10% കുറഞ്ഞ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. പുതിയ താരിഫുകളിലൂടെ അമേരിക്കൻ ഖജനാവിന് 4.5 ട്രില്യൺ പൗണ്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാലും അമേരിക്കൻ വിപണിയെ ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റ് രാജ്യങ്ങൾ പതിറ്റാണ്ടുകളായി തങ്ങളെ കൊള്ളയടിച്ചതാണെന്നും അമേരിക്കയെ വീണ്ടും സമ്പന്നമാക്കാൻ വേണ്ടിയാണ് താരിഫ് നടപടികൾക്ക് രൂപം നൽകിയതെന്നുമാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ന്യായമല്ലാത്ത വ്യാപാര രീതികൾ അവസാനിപ്പിക്കുന്നതിനാണ് പുതിയ തീരുവ ഏർപ്പെടുത്തിയത്. ട്രംപിന്റെ താരിഫുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച ആഗോള സ്വതന്ത്ര വ്യാപാര ക്രമത്തെ നശിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു ആഗോള വ്യാപാര യുദ്ധമായി മാറുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ പുതിയ വിപണി തേടാൻ നിർബന്ധിതരാകുമെന്നും സൂചനയുണ്ട്. മലയാളി വാർത്ത ഇൻസൈറ്റ്.